പതിയെ 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 തെറിച്ചു പോകല്ലേ. ഇത്രയും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ഇത് ഞാൻ വായിക്കാം. ഇച്ചുവാണ് അരയൊക്കെ. പുതിയൊരു ക്യാമ്പിംഗ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ആ പഴയ അതേ ക്യാമ്പ് സൈറ്റിൽ തന്നെ, വേറൊന്നും കൊണ്ടല്ല, എനിക്ക് ചെറിയൊരു നടുവേദന പ്രശ്നം. ഇന്നലെ കുറച്ച് കല്ലൊക്കെ ഉരുട്ടിക്കൊണ്ടാണ്, അതിൻ്റെ ആണോന്നും അറിയത്തില്ല. ഇല്ലെങ്കിൽ അപ്പുറം നല്ല വെയിറ്റുള്ള സാധനങ്ങളായിരുന്നു നമ്മുടെ സാധനങ്ങൾ മുഴുവൻ, അത് എടുത്തോണ്ട് വന്നുകൊണ്ടാണോ എന്നും അറിയത്തില്ല. എന്തായാലും ഇന്ന് ഒരു ദിവസം കൂടെ ആ ക്യാമ്പ് സൈറ്റിൽ അല്ലേ, ഒരു ദിവസം കൂടെ അതിൽ നിൽക്കുന്നു. മീൻ പിടിക്കാനുള്ളത് മീൻ പിടിക്കുന്നു, പിന്നെന്നാ കുക്ക് ചെയ്യാനുള്ളത് കുക്ക് ചെയ്യുന്നു. ഇന്ന് ഒരു ദിവസം കൂടെ അവിടെ കൂടുന്നു. ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് കട്ടൻ ചായ ഒക്കെ കുടിച്ച് ഇങ്ങനെ നിൽക്കുന്നു. ഇത്രയും നേരം മഴയുണ്ടായിരുന്നു, അപ്പൊ മഴ മാറിയപ്പോ നമ്മള് ടെന്റിൽ നിന്ന് പുറത്തിറങ്ങി അങ്ങനെ നിൽക്കുവാണ്. ഇനി കുക്കിംഗ് ഉണ്ട്, ചോറും കറിയും വെക്കണം. അത് കഴിഞ്ഞ് മീൻ പിടിക്കണം. ഞാൻ ചൂണ്ടയിട്ട് മീൻ പിടിക്കും, ഇച്ച വല വീശി മീൻ പിടിക്കും. ഞങ്ങള് കോംപ്രമൈസിലെത്തി. പല തരത്തിൽ മീൻ പിടിക്കാൻ തീരുമാനിച്ചു. ഇന്ന് ഉച്ച കഴിഞ്ഞ് ഫുള്ള് മീൻ പിടുത്തമാണ്. മഴ പെയ്തില്ലെങ്കിൽ, ഇന്ന് മഴയാണ് കാണിച്ചേക്കണേ, എങ്ങനെയാണെന്ന് അറിയത്തില്ല. നല്ല മഴക്കാറും ഉണ്ട്. ഒന്നുമില്ലാലും ഞങ്ങൾ പ്ലേറ്റ് കെട്ടിയാണല്ലോ മീൻ പിടിച്ചത്. ഇന്ന് എന്തായാലും മീൻ പിടിക്കാം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കറക്കൊന്നുമില്ല എന്നാ. അപ്പൊ എല്ലാരും കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. രാവിലെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, അതിമനോഹരമാണ് കേട്ടോ, ഒന്നും പറയാനില്ല. ഇതേ അക്കരെ നേരെ വെള്ളച്ചാട്ടത്തിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മൾ ടെൻറ്റ് വെച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, ഈ വെള്ളച്ചാട്ടം കണ്ടോ, അത്യാവശ്യം നല്ലൊരു വെള്ളച്ചാട്ടമാണ്. അതിന് നേരെ മറ സൈഡിലാണ് നമ്മൾ. പിന്നെ അക്കരെ കാണുന്ന വനം, താഴെ കൂടെ പുഴ ഒഴുകുന്നു, അങ്ങനെ നീണ്ടു നോർന്ന് കിടക്കുന്ന കാട്. നമ്മൾ ടെൻറ്റ് വെച്ചിരിക്കുന്ന സൈഡ് നമുക്ക് വനത്തിൽ കയറാൻ അനുവാദം ഇല്ലാത്തതുകൊണ്ട് ടെൻറ്റ് വെച്ചിരിക്കുന്ന സൈഡ് കൃഷിഭൂമി. എനിക്കും തരുമോ ഇച്ചിരി? ഇച്ചിരി എനിക്കും താ. നല്ലൊരു അടിപൊളി തേങ്ങ അല്ലേ നിഷേ? ഇന്നെന്നാ രാവിലെ കാപ്പിക്കുണ്ടാക്കുന്നേ? പുട്ടും പഴവും. പിന്നെ ഇന്നലത്തെ ചിക്കൻ കറി ഇരിപ്പുണ്ട്, വേണമെങ്കിൽ അത് കൂട്ടാം, അല്ലെങ്കിൽ പുട്ടും പഴം. എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം പുട്ടും പഴവും പോണ്ടേ. ഇത് പുട്ടും പഴവും. പുട്ടുണ്ടാക്കാനുള്ള വെള്ളമാണെന്ന് തോന്നുന്നു. സംഗതി വെള്ളമൊക്കെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതേ പുട്ടുപൊടിക്ക് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി തേങ്ങ ചിരണ്ടി എടുക്കണം. ഞങ്ങൾ നല്ല വെള്ളം വേറെ സ്ഥലത്തുനിന്ന് പോയി എടുത്തുകൊണ്ട് വരികയാണ് കുപ്പിക്കകത്ത്. നിഷ പോയിരുന്ന് തേങ്ങ ചിരണ്ട് തുടങ്ങി. ഭയങ്കര പാടാല്ലേ? ഇങ്ങനെ അന്നേരം ഒരു ഇച്ചിരിയും കൂടെ തന്നെ. രാവിലെ തന്നെ മഴ തുടങ്ങി, ചെറിയ ചാറ്റൽ മഴയാണ് തുടങ്ങിയേക്കുന്നത്. കുറേ തുണി അലക്കി ഇതവിടെ വിരിച്ചിട്ടിട്ടുണ്ട്, അത് എടുത്തോണ്ട് വരട്ടെ. നിഷ കണ്ട പല്ലൊക്കെ തേച്ച് ഒരുങ്ങുന്നു. ഞാൻ നമ്മുടെ ബ്രഷും ഒരു കരിക്കഷ്ണമൊക്കെ ആയിട്ട് പയ്യെ പുഴയിലേക്ക് പോകുന്നു. പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി ഞാനും സെറ്റപ്പായിട്ട് വരാം. പല്ല് തേക്കാൻ വന്നെടുത്ത് ഇതേ മനോഹരമായിട്ടുള്ള മഞ്ഞ പൂക്കൾ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നു. കണ്ടാ, നിറയെ ഉണ്ട്, നിറയെ. ഇതെന്ത് ചെടിയാണെന്ന് പോലും അറിയത്തില്ല എനിക്ക്. ചെടിയാണോ ഇനി കാട്ടുപള്ളയാണോ എന്നൊന്നും ഒരു പിടിയില്ല.
പല്ലുതേപ്പം കഴിഞ്ഞ് പയ്യെ ക്യാമ്പിലേക്ക് തിരിച്ച് നടക്കുക. ഭയങ്കര ചെളി കണ്ടം. നിഷ ഭക്ഷണം കഴിച്ചാ? കുപ്പിയിലെ വെള്ളമൊക്കെ കുടിക്കുന്നുണ്ടല്ലോ. അയ്യോ, എന്നെ കൂട്ടിയില്ലേ? നീ കാപ്പി കുടിച്ചോടിയേ? ഇല്ലേ? ഭാഗ്യം, എനിക്കുള്ള കാപ്പിയുണ്ട്. ഇന്നത്തെ കാപ്പി പുട്ടും പഴവും പാൽച്ചായ, പിന്നെ ഇന്നലെ വെച്ച ചിക്കൻ കറി ഒരു ശകലം ഇരിപ്പുണ്ട്. ആ ചിക്കൻ കറി നിഷയുടെ കപ്പിലുള്ള ചായവും. ഈ പുട്ടേ ആ എടുത്തിട്ട് വേണം നമുക്ക് ഇതേ ചോറ് വെളിയിടാൻ, ഉച്ചയ്ക്ക് വല്ലതും കഴിക്കണമെങ്കിൽ. അതെ, അത് പെട്ടെന്ന് റെഡിയാക്കാന്നേ. ഇന്നലെ പട്ടണി ഇരുന്ന് അത്ര പുട്ടല്ലേ ഉള്ളൂ. ഞാൻ ചറപറ തിന്ന് തീർത്ത് തരാൻ. ആകെ വേർത്ത് കുളിച്ച് തവിട് പൊടി. ഇത്ര മഴയൊക്കെ പെയ്യുവാണെങ്കിലും ഭയങ്കര ചൂടാ. അപ്പൊ പുട്ടും പഴവും കൂട്ടി ഒരു പിടി പിടിക്കട്ടെ. പുട്ടും പഴവും ഇഷ്ടമുള്ളവരൊക്കെ എൻ്റെ കൂടെ കുടിക്കും. പുട്ടും ചിക്കനും ഇഷ്ടമുള്ളവർ പുള്ളിയുടെ കൂടെ കുടിക്കും. എനിക്ക് നേരത്തെ മുതൽ പുട്ടും പഴവും ഇഷ്ടം, ഭയങ്കര ഇഷ്ടം പുട്ടും പഴവും. അത് 4 നേരം നന്നാലും തിന്നാം. പഴവാ പഴക്കൂട്ടിയാ കഴിക്കണേ. എപ്പോൾ പൊട്ട് തന്നാലും ആദ്യം കിട്ടുന്ന ഒരു പണിയാണ് തൊണ്ടയിൽ ഒരു ടൈറ്റ് ഉടക്കുന്നു. അത് ആക്രാന്തം പിടിച്ച് തിന്നിട്ടാ പതിയെ ഇങ്ങനെ ഇച്ചിരിച്ചെടുത്ത് കഴിച്ചു നോക്കി. ഒരാള് പഴം തിന്ന് കൂട്ടി മടുത്തപ്പോ ഇപ്പതേ ചിക്കൻ കറി എടുത്തോട്ട് തണലത്ത് പോയിരുന്ന് കഴിക്കുകയാണ്. ആ പാറയില് വന്നു, വെയിൽ വന്നേ. അതിലെന്നാ ചിക്കൻ കറിയും കൂടെ കൂട്ടി. ഞാൻ പറഞ്ഞു ഒരു ബാക്കി ഒരു ഇച്ചിരി ലാസ്റ്റിന് മിച്ചം വന്നോളൂ. അപ്പോൾ ആ പാത്രം ഒഴിവാക്കി എടുക്കുകയാണെങ്കിൽ ചോറ് തരിയിടാലോ എന്ന് പറഞ്ഞതിന് പുള്ളി എന്നെ സഹായിക്കുകയാണ്. വയറ് നിറയെ കഴിച്ചു. ഇനി ഉച്ചയ്ക്ക് തരുള്ളൂ, 2 മണിയായിട്ട്. ചിക്കൻ കറിയും കൂട്ടി പുട്ട് കഴിക്കുന്ന വേറെ ലെവലാട്ടോ. അത് വേറെ ലെവലാ. അത് നല്ലതാ. നമ്മൾ വീട്ടിൽ കഴിക്കാറുണ്ടല്ലോ. ഞങ്ങളൊക്കെ ജോലി സ്ഥലത്ത് പുട്ടും ചിക്കൻ കറി കഴിക്കും ഞായറാഴ്ച ദിവസം. ഞായറാഴ്ച ദിവസം നമ്മൾ അന്ന് എല്ലാവർക്കും ഓഫല്ലേ, അന്നേരം ചിക്കൻ കറിയും പുട്ടും. ഉച്ചയ്ക്ക് ചിക്കൻ ബിരിയാണി, രാവിലെ ചിക്കനും പുട്ടും, അങ്ങനെയൊക്കെ ആയിരുന്നു ഒരു 8-10 വർഷം. പുട്ടും ചിക്കനും ഇഷ്ടമുള്ളവരെന്ന് പറയണേ. നമുക്കറിയാലോ ബിനീഷിന്റെ കൂടെ എത്ര പേരുണ്ടെന്നാ. എനിക്ക് പുട്ടും പഴവും. പുട്ടും ബീഫിൻ്റെക്കാളും നല്ല കോമ്പിനേഷൻ പുട്ടും ചിക്കനും തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം കഴിച്ചതിൽ വെച്ച്. അല്ല അതല്ല ഞാൻ പറഞ്ഞു, അത് കൂട്ടാതെ ഈ ഇറച്ചി ഇങ്ങനെ ഐറ്റംസ് കൂട്ടണതിൽ പൊറോട്ടയും ബീഫും പുട്ടും ചിക്കനും, അതാണ് എനിക്ക് ഇഷ്ടമുള്ളൊരു കോമ്പിനേഷൻ. അടിപൊളിയാണെങ്കിൽ ഒരു കാര്യം കൂടെ പറയട്ടെ, നമ്മളിവിടുന്ന് തിരിച്ചു പോവില്ലേ, തിരിച്ചു പോകുമ്പോൾ പൊറോട്ടയും ബീഫും മേടിച്ചേനെ. ഈ കാട്ടിൽ കൂടെ തപ്പി കടന്നു കഴിഞ്ഞപ്പോൾ ഒരു കൂണ് കിട്ടി. നല്ല സൂപ്പർ ഒരു കൂണ്. ഇവനെ ഇനി കുക്ക് ചെയ്തെടുക്കണം. ഈ കൂണിനെ നമ്മൾ ചുട്ടെടുക്കുന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ചുട്ടെടുക്കും. ഉച്ചക്കത്തേക്കുള്ള ചോറ് വയ്ക്കാൻ ഇഡ്ഡലി പാത്രത്തിൻ്റെ അകത്ത് സംഗതി കുക്ക് ചെയ്യാൻ വെച്ചു. ഈ ഇഡ്ഡലി പാത്രം കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ ഞങ്ങൾക്ക്. ക്യാമ്പിങ്ങിന് ഏറ്റവും ബെറ്റർ പാത്രം ചെറിയ ഇഡ്ഡലി പാത്രമാണ്. ഇത് ചെറുതാണ്, തീരെ അങ്ങോട്ട് പൊടി ചെറുതല്ല. സംഗതി ഇതിൻ്റെ അകത്ത് ഇലയടയൊക്കെ ഉണ്ടാക്കാം, ശർക്കര ഉണ്ട ഉണ്ടാക്കാം, എന്ത് ഐറ്റം വേണേലും ഉണ്ടാക്കാം. ചോറുണ്ടാക്കാം, കറി ഉണ്ടാക്കാം. അതുപോലെ നല്ല ഭംഗിയായിട്ട് അടച്ചു വയ്ക്കാൻ പറ്റും. ഒരുപാട് ഗുണങ്ങളുണ്ട്. ക്യാമ്പിങ്ങിന് ഏറ്റവും ബെറ്റർ ഐറ്റമാണ്. നിഷ രാവിലെ ക്ലീനിങ് ആണ്.
നമ്മളെ പെര എങ്ങനെ സൂക്ഷിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ സൂക്ഷിക്കണമല്ലോ. 2 ദിവസമാണെങ്കിലും നമ്മളിവിടെ നിൽക്കുന്നതല്ലേ. അതിനാ പക്ഷേ ഞാൻ നട്ട്സ് ഇങ്ങോട്ടേ എല്ലാ ദിവസവും കൊടുക്കും 4 വീതം. അതിൽ കൂടുതൽ കൊടുക്കില്ല. വിറ്റാമിൻസ് കുറവാണ് ഇതിന്, അതുകൊണ്ട് കൊടുക്കണേ ഇതൊക്കെ നട്ട്സ് മേടിച്ച് വെച്ചിട്ട്. നിഷ എല്ലാ സാധനങ്ങളും പറക്കി ഉണങ്ങാൻ വെച്ച്. ഇന്നലെ മഴ പെയ്തപ്പോൾ ചാറ്റിലടിച്ച് നനഞ്ഞു കുറച്ച് സാധനങ്ങൾ, അത് ഉണങ്ങാൻ വെച്ചിരിക്കുന്നു. കൂണ് ഒരുക്കി മഞ്ഞൾ വെള്ളത്തിൻ്റെ അകത്ത് ഇടുക. അത് കുറച്ച് നേരം ചെക്ക് ചെയ്തിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ചുട്ടെടുക്കാം. പാവക്കൂണാണ് സംഭവം. ബിനീഷ് ചുട്ടെടുക്കും, എനിക്കത് അറിയത്തില്ല. കൂൺ ചുട്ട് തിന്നാൻ ഭയങ്കര ടേസ്റ്റാ. അത് പുള്ളിയുടെ വകുപ്പാണ്. കറി വെക്കുന്നതിലും ടേസ്റ്റാണ് കൂണ് ചുട്ട് തിന്നുന്നത്. വെറും ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രം മതി. വാഴയിലക്കകത്ത് മടക്കി ഉള്ളിൽ വെച്ച് കത്തി പോവാതെ ഉപ്പ് സ്വല്പം കൂടുതലിടണമെന്ന് മാത്രം, നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. നല്ല അടിപൊളിയായിട്ട് കുക്ക് ചെയ്തെടുക്കാം. നിഷതേ ഈ കാട്ടിൽ കൂടെയൊക്കെ നടന്ന് തപ്പിപ്പിടിച്ച് എവിടുന്നോ കുറെ ചീരയൊക്കെ സംഘടിപ്പിച്ചോണ്ട് ആ തോട്ടത്തിൽ നിന്ന് കുറെ ചീര കിട്ടിയിട്ടുണ്ട്. ഇന്നപ്പോ ഉച്ചക്ക് ചീരത്തോരൻ. ഇന്നലെ ചീര കഴിപ്പിക്കണം എന്ന് ഓർത്തിട്ട് ഇന്നലെ വെക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഇന്ന് ചീര. നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇങ്ങനത്തെ ചീര കഴിക്കല്ലോ. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് ഇങ്ങനത്തെ ചീരകള്. ആർക്കും വേണ്ടാന്ന് തോന്നുന്നു ഇവിടെ ഉള്ളവർക്കൊന്നും. ആരും പറിച്ചോണ്ട് പോണില്ല. എന്നാൽ എല്ലാവർക്കും വീട്ടിൽ കൂടെ കാണുമായിരിക്കും ഇപ്പം. അതായിരിക്കും പച്ചച്ചീര സംഗമതി. നല്ല ചീരയാ, കടയിൽ കിട്ടണ കുട്ടി ചീര തന്നെ. ഇത് കഴിക്കൊണ്ട് പറ്റേ തോരൻ വെക്കേ. ആ കുഴിയിലാ ഞാൻ പോയി പൊത്തോന്ന് വീണേ. ഞാൻ ഇവിടെ പോയ വഴിക്ക് ഒരു കുഴിക്കകത്തേക്കൊക്കെ പോയി, കാല് കുഴിക്കകത്ത് ചാടിപ്പോയി. കാട് മൂടി കിടക്കുമായിരുന്നു കേട്ടാ. ഒന്നും പറ്റിയൊന്നുമില്ല, അതുകൊണ്ട് ഒന്നും പറ്റിയൊന്നുമില്ല ഭാഗ്യത്തിന്. ചീര കുനുകുനാന്നും പറഞ്ഞോണ്ട് അരിഞ്ഞ് കൂട്ടി മല പോലെ പ്ലേറ്റിൻ്റെ അതാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് എന്നെ കൊണ്ട് തീറ്റിച്ച് അടങ്ങുള്ളൂ എന്നാ തോന്നുന്നത്. ഒരു ഇന്നത് അരിഞ്ഞ് കൂട്ടിയിട്ടുണ്ട്. ഇത്രയും നല്ല സാധനം കാശ് കൊടുത്താണ് എല്ലാ സ്ഥലത്തും മേടിക്കണത്. നമുക്ക് ഇവിടുന്ന് കിട്ടുമ്പോ അത് തിന്നാൻ പാടില്ല നിങ്ങൾക്ക്. പിന്നെ തിന്നാ എല്ലാരും കാശ് കൊടുത്ത് മേടിക്കുന്ന സാധനം ഇവിടെ വെറുതെ കിട്ടുമ്പോ തിന്നാൻ പാടില്ല. പിന്നെ ഇടീ ഇതേ പുറകിലൊരു പേര നിപ്പുണ്ട്. ആ പേരയിലൊന്ന് പോയി നോക്കണേ. അവിടെ ഒരു പേര നിപ്പുണ്ട്. ചിലപ്പോൾ പേരയ്ക്ക ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് കണ്ടോ, ഒരു പേരയാണ് നിൽക്കുന്നത്. ആ പേരയിൽ ചിലപ്പോൾ പേരയ്ക്ക ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉണ്ടെങ്കിൽ ഒന്ന് പറിച്ച് തിന്നാം. ചോറങ്ങനെ ഉച്ചക്കത്തേക്കുള്ള ചോറങ്ങനെയായി. ഇനി വാർത്താൽ മതി. അയ്യോ, കൈ പൊള്ളിയിട്ട് ഒരു രക്ഷയില്ല. അയ്യോ എൻ്റെ അമ്മോ. ചീരക്കറി വെക്കാൻ കടുകൊക്കെ പൊട്ടിച്ച് ഉള്ളിയൊക്കെ ഇട്ട്, ഉള്ളി അതിൻ്റെ കൂടെ തന്നെ മുളകാണോ പച്ചമുളക്, അതെല്ലാം ഇട്ട് വഴറ്റുന്നു. ലേശം മഞ്ഞപ്പൊടിയും കൂടെ അതിൻ്റെ അകത്ത് ഇട്ടു കേട്ടോ. നിഷയുടെ അടിപൊളി കുക്കിങ്ങാ. എന്നെ തീറ്റിക്കാനുള്ള ചീരയാ. ഇങ്ങനെ കിട്ടുന്ന സാധനങ്ങൾ പച്ചക്കറി ഇലക്കറി ഒക്കെ ആണെങ്കിൽ പകുതി അസുഖം പോകും. ഈ ഗുളിക എല്ലാത്തിനും ഗുളിക കഴിക്കാൻ പറ്റുമോ? ഇതൊക്കെ കാണുമ്പോൾ ഓർമ്മ തന്നെ എന്നാന്നറിയോ, പണ്ട് ചെറുപ്പത്തിൽ പശുവിന് പുല്ല് വെട്ടിയിട്ട് കൊടുക്കുന്ന പോലെ. അയ്യോ, ചീരക്കകത്ത് ഇടാനുള്ള തേങ്ങ. ഊണതേ ഇവിടെ മഞ്ഞൾ വെള്ളത്തിൽ കിടക്കും കേട്ടോ. ഇനി അവനെ പിടിച്ച് ചുടണം. ചീരത്തോരൻ റെഡിയായി. ഇനി ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിച്ചാൽ മതി.
കൂൺ പിന്നെ ഞങ്ങൾ ചുട്ട് തിന്നുന്നുള്ളൂ, അത് ചോറിൻ്റെ കൂടെ കൂട്ടുന്നില്ല. അപ്പോൾ ഉച്ചക്കത്തേക്ക് ചോറും ചീരത്തോരനും ചിക്കൻ കറിയും, ഇന്നലത്തെ ചിക്കൻ കറി. ആ അതെങ്കിൽ അത് ഉച്ചക്കത്തേക്ക്. വൈകുന്നേരത്തേക്ക് നമുക്ക് മീൻ പിടിക്കാം. മീനോ ഞണ്ട് കിട്ടിയാൽ നല്ലതായിരുന്നു. ഒരു ഞണ്ട് കറി വയ്ക്കായിരുന്നു. നിഷ പേരയ്ക്ക ഉണ്ടോ എന്ന് നോക്കാൻ പോയിട്ടുണ്ട്. പേരയ്ക്ക ചുറ്റും വട്ടം കറങ്ങുന്നുണ്ട് കിടന്ന്. ഉണ്ടോ ആവോ? ഉണ്ടാ? ഇപ്പുറത്തെ കമ്പയിൽ ഒരെണ്ണം കിടപ്പുണ്ടോ നോക്കിയേ. പറിച്ചോ. നല്ല മൂത്താണെങ്കിൽ പറിച്ചോ. കിട്ടിയാ? കാണിച്ചേ. കടിച്ച് തിന്നല്ലേ. ഇങ്ങോട്ട് കൊണ്ടുപോവാ, കാണിക്കട്ടെ. ഒരു പേരക്കയും പൊക്കി പിടിച്ച് ദേ നടന്നു വരുന്നുണ്ട് നേശ. നാട്ടിലൊക്കെ വന്നു കഴിഞ്ഞപ്പോ എന്തോരു സാധനങ്ങൾ ഇതിന്റെ അരിയിൽ കൂടെ ഉള്ളതെന്നറിയാമോ? നമുക്കിപ്പോ മുരിങ്ങയില കിട്ടി, ചീരയില കിട്ടി, പേരക്ക കിട്ടി, മാങ്ങാപ്പഴം കിട്ടി, പച്ചക്കശുവണ്ടി കിട്ടി. പിന്നെ അതേ വേറൊരു ഐറ്റം നിൽക്കുന്നു, പുളി. ഇതെവിടെ പുളി നിൽപ്പുണ്ട്, നല്ല വളംപുളി. മീൻ പിടിച്ച് പുളിയില ചൂടാനും പറ്റും. കിടിലം പേരയ്ക്ക, അത് കടിച്ച് എടുത്ത് ഞാനും ഒരു കടി കടിക്കട്ടെ. ഞാനും കഴിച്ചു. മുറിച്ചേ. നല്ല ചുവന്ന പേരയ്ക്കകത്ത്. ഇളം ചുവപ്പ് കളറുള്ള പേരയ്ക്ക കേട്ടോ. ഒരു കുഞ്ഞു കഷ്ണം മതി. കൂണ് ചൂടാൻ വേണ്ടി റെഡിയാക്കുവാണ്. പിന്നെ കൂണ് മാത്രം എടുക്കുമ്പം സൂക്ഷിച്ചെടുത്തില്ലെങ്കിൽ പണി കിട്ടും കേട്ടോ. ഇത് കൂണ് നമുക്ക് കഴിക്കാൻ പറ്റുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഈ കൂണ് പറിച്ചോണ്ട് വന്നത്. എല്ലാ കൂണും കഴിക്കാൻ പറ്റില്ല, നല്ല ഉഗ്ര വിഷമുള്ള കൂണുണ്ട്. അതുകൊണ്ട് നല്ല കൂണാന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ കൂണ് ചൂടാനും ആണേലും ഭക്ഷണം ഉണ്ടാക്കാനാണേലും എടുക്കാവുള്ളൂ. ഇതെന്നൊക്കെ ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്ത് ഇളക്കി വാഴയില വെച്ച് ഇനി ഇതൊന്ന് പൊതിഞ്ഞ് കെട്ടിയാണ്. വീട്ടിലും കൂണൊക്കെ കിട്ടുമ്പോൾ പുള്ളി തന്നെ ഇതുണ്ടാക്കണം. എനിക്ക് തോരൻ വയ്ക്കാൻ അറിയാം, പക്ഷെ ഇങ്ങനെ ചുടണ എനിക്കറിയത്തില്ല. ഇവിടെ വന്നപ്പോൾ ഞാൻ കഴിക്കണത് ഒരു കുഞ്ഞു കൂണ, ചെറിയ കൂണായിരുന്നേ. വാഴയിലയില് ചുറ്റിപ്പൊഞ്ഞെടുക്കുക. ഒരു വള്ളിയും കൂടെ ഇട്ട് കെട്ടട്ടെ. വള്ളിയിട്ട് കെട്ടി. ഇനി ഇവൻ അടുപ്പിൽ കിടന്ന് ഒരു 10 മിനിറ്റ് ഇരുന്ന് പയ്യെ, 10 അല്ല ഒരു 5 മിനിറ്റ് ഇരുന്ന് വേകട്ടെ. കരിഞ്ഞു പോകരുത്. പക്ഷെ നല്ല ടേസ്റ്റാട്ടോ. എനിക്ക് ഉണ്ടാക്കാൻ അങ്ങനെ ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല, പാകം അറിയത്തില്ലാത്തതുകൊണ്ട്. പുള്ളി ഉണ്ടാക്കി ഒത്തിരി കഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. കൂണിൻ്റെ ശരിക്കും ടേസ്റ്റ് തന്നെ കിട്ടും. നമ്മൾ വേറെ മസാലകളോ എരിവൊന്നും ചേർക്കുന്നില്ലല്ലോ. കൂൺ ഏതാണ്ട് റെഡിയായ ലക്ഷണമുണ്ട്. കഴിച്ചു നോക്കട്ടെ. ഒരു നുള്ളേ ഉണ്ടാവുള്ളൂ. അയ്യോ, കൈ പൊള്ളിയിട്ട് ഒരു രക്ഷയില്ല. കണ്ടോ, കൂൺ റെഡി. ഇനി തിന്നുന്ന കൂടെ കാണിച്ചു. ആഹാ, അടിപൊളി ടേസ്റ്റ്.
എന്നാ കഴിച്ചു നോക്കി. ഇനി അവിടുന്ന് ഇനി എൻ്റെ കൈ പറ്റിക്കണ എന്തിനാ? എടുത്തതാ. എൻ്റെ കൈ എന്തിനാ വെറുതെ പറ്റിക്കണ? കുഞ്ഞു കൂണായിരുന്നു. ഉച്ചക്കുള്ള ഊണ് അങ്ങനെ റെഡി ആയിരിക്കുന്നു. ഞങ്ങൾ കഴിക്കാൻ പോകുന്നു. വലിയ വിശപ്പൊന്നും ഉണ്ടായിട്ടല്ല, എന്നാലും ഭക്ഷണം നമ്മൾ കറക്റ്റ് ടൈമിന് കഴിക്കണമല്ലോ. ഞാൻ ആരും കഴിച്ചില്ലെങ്കിലും ഞാൻ കഴിക്കേണ്ട വരും. മരുന്നുകൾ ഒരുപാട് കഴിക്കുന്നുണ്ട്. ചിക്കൻ കറിയും ചീരയും. ചീര കഴിച്ചു നോക്കി. കൊള്ളാം. പച്ചച്ചീര കൊള്ളാം കേട്ടോ. ചുമലച്ചീര എനിക്ക് അത്ര പിടിക്കുന്ന സാധനമല്ല. നാളെ ചുമലച്ചീര വെക്കണം. ചുമലച്ചീരയും വേലിച്ചീരയും ഒക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുമ്പോഴല്ല കേട്ടോ, ഈ ആറിന്റെ സൈഡിൽ കൂടി എന്തോരം സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ള. ഇഷ്ടം പോലെ ഉണ്ട് എല്ലാ സാധനങ്ങളും അല്ലേ? എനിക്ക് വിഷം തുടങ്ങിയായിരുന്നു കേട്ടോ. ഞാൻ രാവിലെ ഒരു ഇച്ചിരി ഉപ്പുമാവ് കഴിച്ചതാ. ഉപ്പുമാവും പഴവും പിന്നെ ഒരു പയറക്കട പകുതി. അതെടുത്ത് വിഷം തുടങ്ങിയത്. ഇങ്ങനെ ക്യാമ്പ് ചെയ്യാൻ താല്പര്യമൊക്കെ ഉള്ളവരുണ്ടല്ലോ, ഒരു ചെറിയ ടെന്റും വാങ്ങി വീട്ടിൽ നിന്ന് കുടുംബത്തിനെയും ഒക്കെ കൂട്ടി നല്ല സേഫ്റ്റി ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോയി ഇരുന്ന ഒരു ദിവസം മാത്രം ക്യാമ്പ് ചെയ്യുക. അതൊക്കെ ജീവിതത്തിൽ ഭയങ്കര ഒരു രസമുള്ള ഒരു ഓർമ്മയായിട്ട് കിട്ടും അല്ലേ? നമ്മളത് ഭയങ്കരമായിട്ട് ആസ്വദിക്കും. അത് ഞങ്ങൾക്കിപ്പോൾ ഇത് ഇങ്ങനെ ക്യാമ്പ് ചെയ്ത് ഇപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വീട്ടിൽ പോകാൻ തോന്നുന്നില്ലെന്നേ. മഴ കിടിലം മഴ. മഴയാണ് മഴ, നല്ല കിടിലം മഴയാണേ. മഴയത്ത് ഇവിടെ ഒക്കെ കാണാനുണ്ടല്ലോ, വേറെ ലെവലാണ്, വേറെ ലെവൽ. ടെന്റ് നനയൊന്നുമില്ല കേട്ടോ, വാട്ടർ പ്രൂഫാണ്. അല്ലാതെ പടുതക്കടിയിൽ നമ്മൾ വച്ചിരിക്കുന്നത്. നമ്മൾ ചൂണ്ടയിടാൻ പോവുകയാണേ. വലിയ പാറക്കൂടെയൊക്കെ കയറി പോണം. ഞാൻ വരട്ടെ, നിൽക്ക. എൻ്റെ ദൈവം, ഈ പാറയൊക്കെ കണ്ടോ? ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പോണവര് സമ്മതിക്കണം. നമ്മളിത് എവിടെയാ വന്നേന്ന് തോന്നുന്നു. സൂക്ഷിച്ച് എന്നല്ലെങ്കിൽ കുഴിയിൽ കൂടെ വീഴും. നിറയെ കുഴികളാന്നേ. നമ്മൾ വന്ന് ചുമ്മാ പോയ വഴി ചുമ്മാ ഇട്ട് നോക്കുന്നത്. ഇതേ ഒരു മീനെ കിട്ടി, ഒരുവിധം മുഴുത്ത മീൻ.
കൂട് തരാവേ. കണ്ടോ ഞങ്ങളിത് അപ്പുറത്തേക്ക് പോകാൻ വേണ്ടി വന്നതാ. എന്നാലും ഈ ഒഴുക്ക് കണ്ടപ്പോൾ ചുമ്മാ പുള്ളി ചൂണ്ടയിട്ടതാ. ആ കിട്ടി, ആ സ്പോട്ടിൽ തന്നെ കിട്ടി. ചൂണ്ട ഒഴുകിക്കൊണ്ട് പോവുക. അതുപോലെ ഒഴുക്ക വിട്ടുപോയി. ഇന്നലെ ഞങ്ങൾ ചൂണ്ടയിട്ടപ്പോഴുണ്ടല്ലോന്നേ 2 മീൻ ചൂണ്ട കൊത്തിയിട്ട് നമ്മൾ പൊക്കിയെടുത്ത് ഇങ്ങോട്ട് വീശു തെറിച്ചു പോയി. 2 മീൻ മിസ്സായിപ്പോയി. നമുക്കൊരു മുഴുത്ത മീൻ കിട്ടിയിട്ടാ. മുഴുത്ത മീൻ. അതിന്റെ പേരെന്നാന്ന് വെച്ചാ കറ്റിന്ന് പറയേ. ഇതുണ്ടോ? ഹായ്. പതിയെ 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 തെറിച്ചു പോവല്ലേ. ആ നമ്മുടെ കയ്യിലിരിക്കുന്ന ചെറിയ ചൂണ്ടയും കൊളുത്ത. ഇത് കണ്ടാ, ചെറിയ ചൂണ്ടയും കൊളുത്തു വന്നേ വിട്ടുപോകുമാര്. ഇന്നലെ 2 മീൻ പോയി. ആ ഒരുവിധം വെളുത്തതാണേ. വറക്കാനുള്ളതായി. ചെറിയ കൂടെ ഇതും പിടിച്ചു. ഇന്ന് പെട്ടെന്ന് മീൻ കിട്ടുന്നുണ്ട് കേട്ടാ. അതെന്നാണോ, ഞാനേ ചൂണ്ടയിടാൻ ഇറങ്ങുമെന്ന് പറഞ്ഞപ്പോ തന്നെ പുളിയില തൊട്ടടുത്ത പറമ്പിൽ കണ്ടു. പുളിയില പറിച്ചുകൊണ്ട് വെച്ചു. പുളിയില ഇടിക്കാൻ പാറ കഴുകി നല്ല കല്ല് പാറയെന്ന് തോട്ടിൽ കൂടെ നടന്നേ നല്ല കല്ലും ഉരുളൻകല്ലും എടുത്തോണ്ട് വെച്ചിട്ടാണ് ഞങ്ങൾ മീൻ പിടിക്കാൻ പോകുന്നത്. അതെങ്ങാണ്ട് കണ്ടിട്ട് ദേ ഇച്ചു ഉത്സാഹിച്ച് പെട്ടെന്ന് ഇത് മീൻ പിടിക്കണത്. ഇന്ന് ഞാൻ ചൂണ്ടയിട്ടില്ല കേട്ടോ. നല്ല ഒഴുക്കുള്ള സ്ഥലമാണേ. അപ്പോൾ എനിക്കങ്ങനെ പെട്ടെന്ന് പൊക്കാനൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് ഇച്ചു തന്നെയാണ് ചെയ്യണത്. പക്ഷെ വന്ന സ്പോട്ടിൽ തന്നെ ഇന്നിപ്പം 3 മീൻ കിട്ടി. അതുകൊണ്ട് ഞാൻ ഇന്ന് ഇടുന്നില്ല എന്ന് വെച്ചു. അല്ലെങ്കിൽ പിന്നെ ആഴമില്ലാത്ത പുഴയുടെ സൈഡിൽ ചെല്ലണം. അവിടെ ചെല്ലുവാണെങ്കിൽ എനിക്ക് പറ്റിയ സ്ഥലമാണെങ്കിൽ ഞാനും അരക്കൈ നോക്കും. ഇതേ അടുത്തതും കിട്ടി. ചൂണ്ട ആ ചില്ലയിൽ ഉടക്കി സൂക്ഷിച്ചെടുക്കണേ. കയ്യിൽ മുറിച്ചേക്കല്ലേ, അത് പരല്ലേ. ചേച്ചിയോട് ഇന്ന് പുളിയില ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ട് ചടേന്നാ പിടിക്കണേ. എന്താ ഉത്സാഹം നോക്കിയേ. രണ്ടാമത്തേത് കണ്ടോ, അവനെന്നാ പിടപ്പാന്ന് നോക്കിയേ. ഭയങ്കര പിടപ്പ്. മുഴുത്തതാട്ടാ. വിനീഷിന്റെ സന്തോഷം കണ്ടോ. വിനീഷ് ഭയങ്കര സന്തോഷമായി. വൈകുന്നേരം ഞാൻ പറഞ്ഞു ഇന്ന് ചീരത്തോരൻ മാത്രമേ ഉള്ളൂ, മീൻ പിടിച്ചില്ലെങ്കിൽ ഇന്ന് ചീരത്തോരൻ കൂട്ടി കഴിക്കണം എന്ന് പറഞ്ഞു. അത്രയുള്ള ഓർമ്മ കിട്ടി. കൂടും പൊട്ടിച്ചോണ്ട് പോകും. കൂടിൻ്റെ അകത്ത് 3-4 മീൻ. അതിൽ 2 അത്യാവശ്യം വലുതാ. 2 ഒരു കാക്കില വെച്ചുണ്ട്. അങ്ങനെ 2 മീനേയും പിടിച്ചോണ്ട് പിന്നെ പരല കേട്ടോ കിട്ടിയ ചെറിയ പൊടി പരലുകൾ. അങ്ങനെയും പിടിച്ചോണ്ട് ഞങ്ങൾ പയ്യെ തിരിച്ച് ക്യാമ്പിംഗ് ടെൻറ്റിലേക്ക് പോവാണ്. നിഷ ഹാപ്പി. ഇതാണ് കേട്ടോ പെരിയാറ്റിലെ കറ്റി എന്ന് പറഞ്ഞ മീന. അത്യാവശ്യം നല്ല മുഴുത്തതാ. അങ്ങനെ ഇന്ന് കറി വയ്ക്കാനുള്ള മീനായി. നല്ല ടേസ്റ്റുള്ള മീനാണ്. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല കിടിലൻ ടേസ്റ്റുള്ള മീൻ. അടുത്ത ആയുധം നമ്മൾ പുറത്തിറക്കിയിട്ടുണ്ട്. വീശുവല. നിഷയ്ക്ക് പീര വയ്ക്കാനുള്ള മീൻ വേണമെന്ന്. ഇത് വലിയ മീനായിപ്പോയല്ലോ ഇല്ലേ നിഷേ? പീര വയ്ക്കാനല്ല, പുളിയില ഇവിടെ. അതിന് ചെറിയ പൊടിമീനാണ് വേണ്ടേ. അപ്പോൾ അതിനെ പൊടിമീനെ പിടിക്കാനുള്ള പോക്ക. ഒരു വല വീശ് നോക്കാൻ പോവാണ്. ആ അതെ, സിലോപ്പി കുഞ്ഞുങ്ങളാണ് കിട്ടിയത്. പീര വെക്കാനുള്ളത്. പീര വെക്കാൻ
പീര വെക്കണമെന്ന് പറഞ്ഞിട്ട് പീര വെക്കാൻ പാകത്തിലുള്ള മീനുകളാണ് പുള്ളി പിടിച്ചേക്കണേ. രണ്ടാമത്തെ വീശ് പരലുകളാണേ പീര വെക്കാൻ പറ്റിയത്. ചെറിയ മീനുകളെ വല വീശിയിട്ട് കിട്ടിയുള്ളൂ. ഇത് അപ്പുറമായിട്ട് പുളിയില നിൽപ്പുണ്ടേ. അപ്പോൾ പുളിയില ഉണ്ടാക്കാൻ ഇല പറിക്കാൻ വേണ്ടി പോവുക. കണ്ട അതാണ് പുളിമരം, ചെറിയ പുളിയാണ്. അത് ചോട്ട് നിന്ന് പറിക്കാം. മീൻ കിട്ടിയപ്പം നിഷ ഹാപ്പി നിച്ച് പറയണ കേട്ടോ. എനിക്ക് ഹാപ്പി എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ സന്തോഷം. പുള്ളി ഈ മീനൊക്കെ ഉണ്ടെങ്കിൽ നല്ലപോലെ ചോറിനില്ലെങ്കിൽ ഇച്ചിരി അവിടെ പച്ചക്കറി ഒന്നും അങ്ങനെ കഴിക്കില്ല. കുറച്ച് കഴിച്ചിട്ട് ഇട്ടിട്ട് പോവേ. അപ്പോൾ ഇന്ന് വൈകിട്ടത്തേന് വേറെ ഒന്നും ഇല്ലായിരുന്നേ, ചീരത്തോരൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്നാ ചെയ്യുമെന്ന് പറഞ്ഞത് എനിക്ക് ടെൻഷനായിരുന്നു. മീൻ കിട്ടിയില്ലെങ്കിൽ എന്നാ ചെയ്യുമെന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞാൽ പിടിക്കുവാണെങ്കിൽ പുളിയില ചുട്ട് തരാമെന്ന്. എന്ത് ദൈവം സഹായിച്ച് ചെന്നപ്പോൾ തന്നെ മീൻ കിട്ടി നമുക്ക്. സൂക്ഷിച്ച് ഇത്രയും പറിച്ചോ? ദൈവം ഒരു കെട്ട് പുളിയിലയും കൊണ്ട് 5-6 മീനും ഉണ്ട്. ഒരു ഇന്ന പുളിയിലയും കൊണ്ട് തന്നെ. അതേ പുളിയില, നല്ല വാളം പുളിയില. ഇനി മീൻ വെട്ടാൻ പോവണേ. രാത്രി മീൻ വെട്ടി വെച്ചിട്ട് വേണം ഞങ്ങൾക്ക് കുളിക്കാൻ. അവിടെ വേണം കുക്കിങ്. ഇന്ന് വൈകിന്നേ മഴ പെയ്യുന്നോണ്ടേ. ഇതാണ് നമുക്ക് ഇന്ന് ചൂണ്ടയിട്ടിട്ടും വല വീശിയിട്ടും ഒക്കെ കിട്ടിയ മീന്. ചൂണ്ടയിട്ട 2 മീൻ വലുത്, പിന്നെ വല വീശിപ്പോൾ കിട്ടിയത് ഈ സിലോപ്പി കുഞ്ഞുങ്ങളെ. ഇതിപ്പോൾ ഇത്ര ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. നമുക്കിപ്പോൾ ആവശ്യം കുറച്ച് പൊടിമീൻ മാത്രം ആവശ്യമുള്ളൂ, പുളിയില ചൂടാനുള്ളത്. അപ്പം പുളിയില ചൂടാനുള്ള മീൻ എടുത്തിട്ട് ബാക്കി മീൻ നിഷയുടെ ചേച്ചിക്ക് കൊടുത്തു വിടുന്നു. ചേച്ചിയുടെ മകനോട് ഇറങ്ങി വരാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പുളിയില ചൂടാനും കറി വയ്ക്കാനും ഇത്ര എടുത്തുള്ളൂ. പിന്നെ ചേച്ചിയുടെ മകൻ, അവൻ വീഡിയോക്കകത്ത് വരാൻ ഭയങ്കര നാണമാണ്. ദേ ആശാൻ പോകുന്ന കണ്ടോ, നടന്ന് പോകുന്നുണ്ട്. നമുക്ക് പുളിയിലൊക്കെ ചതയ്ക്കാനുള്ള സ്ഥലം റെഡിയാക്കുക. അരകല്ലെന്ന് പറയുന്നു. നമ്മളിപ്പോൾ കണ്ട് എനിക്ക് തോന്നുന്നു പണ്ട് കാലത്തെ മനുഷ്യന്മാരൊക്കെ ജീവിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിലേക്കൊക്കെ പോയി നിന്നു. ആ കേട്ടോ, കല്ലുപൊടി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഉണ്ടാക്കണേന്ന്. മീൻ തേക്കുക. വലിയ ചെതുമ്പലാണേ ആ കറ്റിന്ന് പറഞ്ഞ മീൻ. ഇത് കണ്ട വലിയ ചെതുമ്പല. നമ്മൾ അവിടെ ആയിരുന്നപ്പോൾ മീൻ പിടിച്ചിട്ട് നമ്മൾ അടുത്തുള്ള അയലക്കംകാർക്ക് കൊടുക്കുമായിരുന്നു. ഇവിടെ വന്നപ്പോൾ നമ്മൾ നമുക്ക് ചേച്ചീനല്ലേ അറിയാവുള്ളൂ, അവളെ വിളിച്ച് പറഞ്ഞ് കൊടുത്തു വിട്ടു. നമുക്ക് നാളെയും പിടിക്കാമല്ലോ. അന്നേരം ഇച്ച പറഞ്ഞ് നാളെ രാവിലെ മീൻ പിടിച്ച് തരാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് കൊടുക്കാൻ ഞാൻ സമ്മതിച്ചല്ലേ, ഞാൻ കൊടുക്കില്ലായിരുന്നു കേട്ടോ. എന്താ പെട്ടെന്ന് ക്ലീനായി. കണ്ടോ മീൻ നല്ല വെട്ടി വെളുപ്പിച്ച് സുന്ദരനാക്കി. ഒന്നുകൂടെ നോക്കിയേ, കണ്ട സന്തോഷം, മുഖത്തെ സന്തോഷം. വല വീശിയോ ചൂണ്ടയിട്ടോ മീൻ പിടിച്ച് ചെയ്യണ ദിവസം ഇച്ചുവിൻ്റെ ഒരു സന്തോഷം. അന്ന് ഭയങ്കര സന്തോഷമായിരിക്കും. മീൻ അങ്ങനെ നല്ല ക്ലീനായിട്ട് കഴുകി പറക്കി വൃത്തിയാക്കി തേച്ച് വെട്ടിയെടുത്തു. നിഷ നല്ല പണിയാണ് നിന്ന. ഇനി വേണം കുളിക്കാൻ പോകാൻ. ഒരുപാട് പേർക്ക് അറിയത്തില്ലാത്ത ഒരു സംഗതിയാണ് പുളിയില ചൂടാൻ എന്നൊക്കെ വേണമെന്ന്. ഇതേ വാളംപുളിയില, കാന്താരിമുളക്, കറിവേപ്പില, ഉള്ളി, തേങ്ങ. ഇനിയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ നമ്മൾ ചേർക്കുവേ. പാറയൊക്കെ തേച്ച് കഴുകി നല്ല വൃത്തിയാക്കി കല്ലിട്ട് ഉരച്ചൊരച്ച് കല്ലിൻ്റെ പൊടി ഒക്കെ കളഞ്ഞു വെച്ചിരിക്കുക. ഇതാണ് കേട്ടോ ഇന്നത്തെ ഞങ്ങളുടെ അരകല്ല്. ഒരു പ്രാണി കുഞ്ഞ് ഓടി നടപ്പുണ്ട്. പോടാ. എന്നാ ഇച്ചുവാണ് അരയൊക്കെ, എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ആ എന്നിട്ട് ഉള്ളി
നമ്മുടെ പുളിയില ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ റെഡി. ഒത്തിരി അങ്ങ് അരിഞ്ഞില്ല, ഒരുമാതിരി അരിഞ്ഞിട്ടുണ്ട്. ഇത് മതി തൽക്കാലം. വല്ലപ്പനും പുല്ലും ആയുധം, കൈ കിട്ടുന്ന ആയുധം. വീട്ടിലുണ്ടാക്കുന്നവർ നല്ലപോലെ വെണ്ണ പോലെ അരച്ചിട്ടുണ്ടാക്കണം കേട്ടോ. പുളിയിലക്കകത്ത് ഉപ്പും മഞ്ഞപ്പൊടിയും ചേർക്കുന്ന പോലെ തന്നെ ശകലം വെളിച്ചെണ്ണയും ചേർക്കണം കേട്ടോ. ആദ്യം കുറേ പുളിയില നിരത്തുക, അതിന് മുകളിൽ മീൻ നല്ല പരുവത്തിന് അടുക്കി അങ്ങ് കൊടുക്കുക, ചേർത്ത് അടുക്കി കൊടുക്കുക. എന്നിട്ട് പുളിയില വാരി അതിൻ്റെ മുകളിൽ കൂടെ പൊത്തുക വീണ്ടും. എന്നിട്ട് ചട്ടിയിൽ ചുട്ടെടുക്കുക. പൊടിമീൻ പരലാണ്, അത് അത്രയൊക്കെ വളരുള്ളൂ. പിന്നെ സിലോപ്പിയ കുഞ്ഞുങ്ങളും ഉണ്ട് കേട്ടോ. നമ്മൾ കുറച്ചേ പുളിയിലേക്ക് എടുത്തോളേ, കാരണം എന്നാ കല്ല് കടിക്കുന്ന ഒരു പേടിയുണ്ട് രണ്ടുപേർക്കും. അതുകൊണ്ട് നമ്മൾ കുറച്ചിതെടുത്ത് ബാക്കി നമുക്ക് വറക്കാം. അതുപോലെ മതി 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 മതി. സംഗതി പുളിയിലയൊക്കെ ഇട്ട് പൊത്തി വെച്ചു. ഇനി ഒരു വാഴയില കീറി അതിൻ്റെ മുകളിലിട്ട് മൂടിയാൽ മതി. ഉച്ചയ്ക്ക് വാട്ടി വെച്ച വാഴയിലയാണ്, അത് ഇപ്പോൾ ഗുണം കിട്ടി. അവിടെ ഇരിക്കട്ടെ. ആ ഉപ്പൊക്കെ പിടിക്കണമല്ലോ അല്ലേ. വറക്കാനുള്ള മീനും മസാലയൊക്കെ ചേർത്ത് സംഗതി മസാലയൊക്കെ പിടിക്കാൻ വെച്ച് ഇനി തീ പിടിപ്പിക്കണം. രാത്രി അത്താഴത്തിനുള്ള കുക്കിംഗ് ടൈം. മീനൊക്കെ വറക്കുന്നു. പിന്നെ ചോറ് നേരത്തെ വെച്ചത് ഇരിപ്പുണ്ട്, ഇനി കറിയോ മാത്രം ഉണ്ടാക്കിയാൽ മതി. മീൻ വറക്കാൻ വെച്ച് അങ്ങനെ ആറ്റിൽ നിന്ന് ചൂണ്ടയിട്ട പിടിച്ച മീൻ ദേ എണ്ണയ്ക്കകത്ത് കിടന്ന് മൊരിയുന്നു. ഇനി നമ്മൾക്ക് ഉണ്ടാക്കാനുള്ളത് എന്നാ പുളിയില ചുട്ടത്. നിഷ ദേ ടെൻറ്റിൻ്റെ അകത്ത് ഇങ്ങനെ ഇരിപ്പുണ്ട്, ഞാൻ മീൻ ചട്ടിയുടെ അടുത്ത് ഇരിപ്പുണ്ട്. നിഷേ എന്നാ എടുക്കുവാ? കുറേ പേര് വീഡിയോയിലേ ഹലോ പറയാൻ പറഞ്ഞിട്ടുണ്ട്, ഹായ് പറയാൻ. ഞാനപ്പോ അവരുടെ പേര് ബുക്കിലേക്ക് എഴുതുവാ. എഴുതിക്കോ. മീൻ പാകത്തിന് വെന്തു. ഇനി അത് മീൻ വാങ്ങി വയ്ക്കാൻ പോവാണ്. ഇന്നത്തെ ലാസ്റ്റ് കുക്കിംഗ്. ദേ പുളിയില ചുട്ടത് അടുപ്പത്ത് കയറ്റി വെച്ചു. ഇനി അത് ചുട്ടെടുക്കണം, ദോശ ചുടുന്ന പോലെ, ഇല്ലെങ്കിൽ അട ചുടുന്ന പോലെ. പുളിയില ചുട്ടത് അങ്ങനെ റെഡിയായി. ഭയങ്കര പോയ എൻ്റെ അമ്മോ. ഇന്ന് രാത്രിയിലെ ഭക്ഷണം മീൻ വറുത്തതും ചോറും പുളിയില ചുട്ടതും ചീരത്തോരനും. അത്രേ ഉള്ളൂ. ഞങ്ങൾ രാത്രി ഭക്ഷണം കഴിക്കാൻ പോവാ. പുറത്തൊന്നും ഇരിക്കത്തില്ല, ഈച്ച ശല്യം ലൈറ്റിന്റെ വെട്ടത്തില്, പുറത്തുള്ള ലൈറ്റില്. അകത്ത് പയ്യെ കയറി. പുളിയില ചുട്ടത് അടിപൊളി കേട്ടോ. എന്നാണ് മീൻ വറുത്താൽ പിന്നെ അത് അടിപൊളി ആയിരിക്കുമല്ലോ. നല്ല സൂപ്പറാ. പുഴമീൻ നല്ല സൂപ്പറാട്ടോ. 10-11 മണിയായില്ലേ? 10-11 മണിയായി. ഇന്ന് 10-11 മണിയായി. മീൻപിടുത്തമൊക്കെ കഴിഞ്ഞ് വന്ന കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാം ചെയ്തതിനും 11 മണിയായി.
ഹായ്, ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പയ്യെ ടെന്റിന്റെ അകത്ത് കയറി. നേരത്തെ ഉറക്കം വരുന്നുണ്ട്. അതെ, നേരത്തെ കിടക്കാന്ന് വിളിച്ചു. നേരത്തെ ഉറക്കം വരുന്നുണ്ട്. പിന്നെ മേലുവേദനയുണ്ട്, അത് വേറൊരു കാര്യം. നടുവേദന മാറി, ഇപ്പം മേലുവേദനയായി. അത് ഈ ഓരോ തിരക്ക് പിടിച്ച പരിപാടിയാണല്ലോ, അതിൻ്റെ ആയിരിക്കാം. പിന്നെ കുറേ പേര് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെ പേരെല്ലാം നിഷ എഴുതി വെച്ചിട്ടുണ്ട്. ഇത്രയും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ വായിക്കാം അല്ലേ? എന്നിട്ട് ലാസ്റ്റ് എല്ലാവർക്കും കൂടെ ഒന്നിച്ച് ഹായ് കൊടുക്കാം. കാരണം ഒത്തിരി ഉണ്ട്. സിന്ധു ജോബി, പ്രദീപ് കോവളം, ജിതിൻ ജോർജ്, ഖാലിദ് CK, ജോളി ഷാജി പൂവൈറ്റ്, വിഷ്ണു VV, ധന്യ, സജിത്ത്, ധരഞ്ജിത്ത്, അഞ്ജു സാജു, അനിൽകുമാർ, മോനിഷ, ആദിദേവ്, കൊട്ടാരക്കര വാളകമാണ്, ഷിബു S, അമ്മുക്കുട്ടി, വിനയകുമാർ, അനിൽ വാവ, ആഷിഖ് കോഴിക്കോട്, ഗിരീഷ്, അജിത K, കുഞ്ഞുമോൻ, ബിന്ദു കുഞ്ഞുമോൻ, ജിജി, കെസ്യ കെസു, സാറാമ PM, അൻഷാദ് കൊടുവള്ളി, അശ്വന്ത്, ശ്യാം അബുദാബി, ജോൺ എബ്രഹാം ദമാം, ജിൻസു മക്കൾ, ജസ്മിൻ, ലത വിമൽ, കിഷോർ കുമാർ, രാജീവ്, ഷെഹാന, ആദിൽ, തേജസ്, ശൈലേന്ദ്രൻ, സിന്ധു, അപ്പു, കിച്ചു, ചേർത്തല, ഹരിലക്ഷ്മി, സിനി ശേഖർ, നന്ദു, എബി കുരുവിള, വേണു, അർജുൻ, അനിജ, അഖിൽ കായംകുളം, വിജീഷ്, ഉല്ലാസ് മമ്പാട്, സുനിത കുറിച്ചി കോട്ടയം, റിജോ മാളു ദുബായ്, ഗദാമിൽ നിന്നുള്ള റോയി ഫാമിലി. അത്രയും പേരാണ് നമ്മളോട് ഹായ് പറഞ്ഞ് ഞാൻ കണ്ടിട്ടുള്ളൂ. ഇതൊരു വൈകുന്നേരം വരെയുള്ള ലിസ്റ്റാണ്, സന്ധ്യയ്ക്ക് മുമ്പ്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ നോക്കിയില്ല. അത്രയും പേർക്ക് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഞങ്ങളുടെ ഹായ്. അതെ, ഹായ് ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ ഹായ്. പിന്നെ ഒരു സ്പെഷ്യൽ ഉണ്ട്. 17-ാം തീയതി ബർത്ത്ഡേ ആഘോഷിക്കണ ജോമോൻ അബുദാബിയുടെ മകൻ ജുവാൻ ക്രിസ് ജോമോൻ. പൊന്നുമോന് 1000 പിറന്നാൾ ആശംസകൾ. എല്ലാവിധ ആരോഗ്യ സൗഖ്യങ്ങളും നേരുന്നു. ഹാപ്പി ബർത്ത്ഡേ. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ ജുവാൻ ക്രിസ് ജോമോൻ. ഇത്രയും പേരുടെ പേര് വായിച്ചില്ലേ, അത്രയും പേർക്ക് ഞങ്ങള് ഹായ്. പിന്നെ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പും ചെയ്യുക. നാളെ രാവിലെ ഇവിടുന്ന് ഈ ടെൻ്റൊക്കെ അഴിച്ച് അടുത്ത സ്ഥലത്തേക്ക് പോവാ. അപ്പോൾ ആ വീഡിയോയ്ക്ക് വേണ്ടി എല്ലാവരും കാത്തിരിക്കുക കേട്ടോ. അപ്പോൾ നാളെ കാണാം. ഓക്കെ, ടീക്കേ. രാവിലെ പരപരപരപരാ നേരം വെളുത്തിട്ട് ഞങ്ങൾ രണ്ടും ഇങ്ങനെ കിടക്കുന്നു. നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. നിഷയുടെ കോലമൊക്കെ കണ്ടോ, ആകെ കുളമായി കിടക്കും. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നിറയെ സാധനങ്ങളാണ് ടെന്റിന്റെ അകത്ത്. കണ്ടില്ലേ, ബാഗുകള്, മിക് ഷോപ്പറുകള്, ഈ സൈഡിലേക്ക് നോക്കിയാൽ ഒത്തിരി സാധനങ്ങള്. ഒരു ഇന്ന സാധനമുണ്ട് ടെന്റിന്റെ അകത്ത് തന്നെ. പുറത്തേക്ക് നോക്കിയാൽ ഇത് തുറന്നപ്പോൾ നല്ല തണുപ്പ്. ടെൻറ്റിൻ്റെ അകത്ത് അത്ര തണുപ്പില്ല. ടെൻറ്റിൻ്റെ അകത്ത് നല്ല സുഖമായിരുന്നു കേട്ടോ. ഇന്നലെ രാത്രി ഓരോ ദിവസവും ഓരോ കാലാവസ്ഥയാണ് ടെൻറ്റിൻ്റെ അകത്ത്.
ആഹാ, പുറത്തേക്കൊന്ന് ഇറങ്ങട്ടെ. അയ്യോ, പുറത്തേക്ക് ഇറങ്ങിയാൽ നല്ല അടിപൊളി കാണാൻ. പുഴയുടെ സൈഡിലായതുകൊണ്ടാന്ന് തോന്നുന്നു വലിയ കിളിശല്യം അങ്ങനെ ഇല്ല. ഈ ഇപ്പം എഴുന്നേറ്റത് തന്നെ ഒരു കിളി വന്നിരുന്ന വെച്ചാൽ ഭയങ്കര കരച്ചിലായിരുന്നു. നമ്മുടെ ടെൻറ്റിൻ്റെ ബാക്കിൽ കമ്പൊരെണ്ണം പൊങ്ങിയപ്പോണ്ട് ആ കമ്പയിൽ കുത്തിയിരുന്ന ഒരു കിളി ഭയങ്കര കരച്ചിൽ. ഇല്ലെങ്കിൽ ഇന്ന് 8 മണി ആയാലും എഴുന്നേക്കില്ലായിരുന്നു. ഇനിയൊരു കട്ടൻ ചായ ഉണ്ടാക്കണം, അത് കുടിക്കണം. എന്നിട്ട് ടെൻറ്റും പൊളിച്ചോണ്ട് അടുത്ത സ്ഥലത്തേക്ക് പോകണം. രാവിലെ ഇരുന്ന് ചൂണ്ട കേട്ടോ. ഇന്നലെ നമ്മൾ മീൻ പിടിച്ചപ്പോൾ ചൂണ്ട പൊട്ടിച്ചോണ്ട് പോയിന്നേ. അതോ കല്ലേലുടക്കിയതാണോ? എങ്ങനെയാലും ചൂണ്ടയില്ലായിരുന്നു. നമ്മുടെ ചെറിയ ചൂണ്ടയായിരുന്നേ. അതുകൊണ്ട് ഇന്ന് രാവിലെ ചൂണ്ടകെട്ടായിരുന്നു. ഇത് കണ്ടോ, ഇത് മീൻ ഇത്തവണ പൊട്ടിച്ചോണ്ട് പോകണമെന്ന് ഞാൻ കാണണം. ഇതിന്റെ അടപ്പ് വരുന്നു. ഇന്നലെ രാത്രി പോയി ഉരുണ്ട് വീണ് കാലിന് അതിലെല്ലാം പോറലുകളുണ്ട്, വേദനയാ. അതിന് അധികം നടക്കണ്ടെന്നൊക്കെ പറഞ്ഞ് ഇരുത്തിയിട്ടുണ്ട്. ഇന്ന് ക്യാമ്പ് മാറണല്ലോ. കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകണം. കാപ്പി ഉണ്ടാക്കി കഴിക്കണം അല്ലേ? എന്നാ ഇന്ന് കാപ്പിക്ക് ഉണ്ടാക്കണേ? എന്തെങ്കിലും ഉണ്ടാക്കാം. ഉണ്ടാക്കിയിട്ട് ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് മാറിപ്പോം. കട്ടൻ ചായ റെഡി. ഹായ്, കട്ടൻ ചായയൊക്കെ കുടിച്ചിരിക്കുക. ഇനി ഇവിടുന്ന് ക്യാമ്പ് അടുത്ത സ്ഥലത്തേക്ക് മാറിപ്പോകാൻ പോവാണ് അല്ലേ? ഇനി ഇത് മുഴുവൻ അഴിക്കണം. നല്ല ക്ലിയർ ആയിട്ട് ഇവിടെ മൊത്തം ക്ലീൻ ചെയ്യണം. രാവിലെ അങ്ങോട്ട് പോകാനുള്ള കാപ്പി റെഡിയാക്കുക. കാപ്പി കുടിച്ചിട്ട് വേണമല്ലോ പോകാൻ. കുറേ ദൂരം നടക്കാനുണ്ടാകുന്നതുകൊണ്ട് കാപ്പി റെഡിയാക്കാനുള്ള പരിപാടി. പിന്നെ ഈ സർവൈവൽ ക്യാമ്പിങ് ഇഷ്ടമുള്ളവരെല്ലാവരും സബ് ചെയ്ത് വെച്ചോട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഓരോ ആക്ടിവിറ്റിയും നിങ്ങൾക്ക് കാണാൻ പറ്റും. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേക്കണം കേട്ടോ. അതെ, ഈ മനുഷ്യന് മൊത്തം വീഴ്ചകളും അസുഖങ്ങളും ഞങ്ങൾ പരമാവധി സൂക്ഷിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം ചെയ്തു വെച്ചോട്ടോ. ഹൈപ്പ് മറക്കാതെ കൊടുത്തോട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം അല്ലേ? നിങ്ങളുടെ സപ്പോർട്ടാണ്. നിങ്ങളുണ്ടെങ്കിലേ ഞങ്ങളുണ്ടാവും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നല്ല രീതിയിൽ ഇതൊന്ന് മുമ്പോട്ട് പോകാൻ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. Ta-da!